നമസ്കാരം. വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കൂട്ടുകൂടുമെന്ന് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. തീർച്ചയായിട്ടും ഉറച്ച ബോധ്യമുള്ള ആളാണല്ലോ അദ്ദേഹം. ആ പ്രകാരം നടപടികളെടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആ ബോധ്യങ്ങളെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ നയങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. കോൺഗ്രസിന് വേണ്ടി അതിൻ്റെ നയങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് അബദ്ധം നമ്പർ 1 ആണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സംഘടനയല്ല. ആഗോള വ്യാപകമായിട്ടുള്ള ഇന്ത്യക്കാരനായ മൗദൂദി സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ആശയധാരയും വിചാരധാരയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. അത് ലോകത്തെമ്പാടുമുണ്ട്. പിൽക്കാലത്ത് ഈ മൗദൂദി ഇസ്ലാമിക രാഷ്ട്രീയമായ പാകിസ്ഥാനിലേക്ക് കുടിയേറുകയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ ജനിച്ചിട്ട് പാകിസ്ഥാനോടായിരുന്നു അദ്ദേഹത്തിന് കൂറ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ പ്രസ്ഥാനമാണ് മൗദൂദിയുടെ പ്രസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ ഭരണഘടന അദ്ദേഹവും കൂടി ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ഉപോദ്ഘാതത്തിൽ, അതായത് അതിൻ്റെ പ്രീആമ്പിൾ എന്ന് പറയുന്ന ഭരണഘടന, വ്യക്തമായിട്ടുള്ളൊരു ഭരണഘടനയുണ്ട് അതിന്. അത് പറയുന്നത് തീർച്ചയായിട്ടും ജമാഅത്തെ, ഇന്ത്യയുടെ ഘടകം പറയും ജമാഅത്തെ ഹിന്ദ് എന്നാണ് പറയുന്നത്. ഓരോ രാജ്യത്തിനും ഓരോ ശാഖകളാണുള്ളത്. ഈ ശാഖകൾക്കെല്ലാം ഒരേ ഭരണഘടന, അടിസ്ഥാനപരമായി ഒരേ ഭരണഘടന തന്നെയാണുള്ളതെന്ന് ഓർക്കണം. ജമ്മു കാശ്മീരിനെ ഹിന്ദ് എന്ന് പറയത്തില്ല. കാരണം അവർ കണക്കാക്കുന്നത് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെയാണ്. എന്നിരിക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന കാര്യം ഇതാണ്: ലാ ഇലാഹ ഇല്ലല്ലാ. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാം? അതിൻ്റെ അർത്ഥം അല്ലാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, വിശ്വസിക്കരുത്. അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെല്ലാം കപട മതങ്ങളാണ്. അവരുടെ ആരാധനയെല്ലാം കപട ദൈവങ്ങളെയാണ്. അതിലൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഇസ്ലാം മാത്രമാണ് ശരിയായിട്ടുള്ള സത്യമതം എന്ന് പറയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അവർക്കത് വിശ്വസിക്കാൻ തീർച്ചയായിട്ടും അതിന് അവകാശമുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മതേതര ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് പ്രശ്നം. മതേതരമല്ലാത്ത ഒന്നിനെ നിങ്ങൾ എന്തിനു കൂട്ടുപിടിക്കുന്നു? നിങ്ങൾ പിന്നെ മതേതരത്തെപ്പറ്റി വലിയ ഉദ്ഘോഷണങ്ങൾ നടത്തുമ്പോൾ അത് കപട മതേതരവാദമല്ലേ? ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ എഴുതി ചേർത്ത മതേതരത്വം എന്ന തത്വത്തിന് വിരുദ്ധമല്ലേ? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയാൽ മതി വി.ഡി. സതീശനിൽ നിന്ന്. അതങ്ങനെ മാറ്റി. എവിടെയാണ് മാറ്റിയിരിക്കുന്നതെന്ന് അത് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പറയൂ, എവിടെയാണ് അത് മാറ്റിയിരിക്കുന്നത്? ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതി നടത്തിയിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി പലപ്പോഴും നടത്തിയിട്ടുള്ളതുപോലെ അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി ഒരു ഭരണഘടനാ ഭേദഗതി നടത്തിയല്ലോ. ജനാധിപത്യം കുഴിച്ചുമൂടിയ ആ ഒരു ഭേദഗതി, അതുപോലെ വല്ല ഭേദഗതി ഇതിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ അടിസ്ഥാനത്തെ തന്നെ മാറ്റുന്ന ഒരു ഭരണഘടന ഭേദഗതി ഉണ്ടെങ്കിൽ മാത്രമേ ജമാഅത്തി മതേതരമെന്ന് പറയാൻ പറ്റൂ. അതുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അതിന്നു വരെ ഉണ്ടായതായിട്ട് ഞങ്ങൾക്കാർക്കും ബോധ്യമില്ല. പക്ഷേ വി.ഡി. സതീശൻ്റെ ഒരു പക്ഷേ ബോധ്യം കാണുമായിരിക്കും. 4 വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കുഴിച്ചുമൂടുകയാണ് സതീശൻ ചെയ്യുന്നത്. എന്നിട്ട് വലിയ വാചകം അടിക്കുകയാണ്, സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ ഞാൻ പോകുന്നില്ലെന്ന്. അതിനേക്കാൾ നികൃഷ്ടമാണ് മത നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോകുന്നത്. കേരളത്തിലെ സമുദായ സംഘടനകൾ ആരും തന്നെ ഈ മതപ്രണയനം കൊണ്ട് നടക്കുന്നില്ല, അതുപോലെ തന്നെ വർഗീയത കൊണ്ട് നടക്കുന്നില്ല, അതിനുവേണ്ടി കലാപം സൃഷ്ടിച്ച ചരിത്രവുമില്ല. അതാണ് വ്യത്യാസം. ഇത് സക്കറിയ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. NSS പോലുള്ള സംഘടനകൾ ആരാധ്യമാണ്, RSSനേക്കാൾ ആരാധ്യമാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടതാണ്. അതുപോലെ സക്കറിയ പറഞ്ഞ മറ്റൊരു കാര്യം, മറ്റൊരു മതത്തിൻ്റെയും ഒരു ഗവൺമെൻറ്റിൻ്റെയും സഹായമില്ലാതെ വളരെ അച്ചടക്കത്തോടു കൂടി ഒരു മതവെറി പോലും വിളിച്ചു പറയാതെ നാവാ മുകുന്ദൻ്റെ മുമ്പിലെ മണൽപ്പരപ്പിൽ നിലാപൊളിനങ്ങളിൽ നടന്ന ആ സംഭവം സതീശൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു സംഭവം. ആ സംഭവം ഇന്ത്യയിലെ ഓരോരുത്തരെയും പുളകം കൊള്ളിക്കുന്നതാണെന്ന് പറഞ്ഞത് ഒരു യുക്തിവാദി എന്ന് സ്വയം അഭിമാനിക്കുന്ന പോൾ സക്കറിയ തന്നെയാണ്.
പാലക്കാരനായ പോൾ സക്കറിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സതീശൻ പറഞ്ഞ അത് സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയവാദമാണ്, മതേതരത്വ വിരുദ്ധമാണ്, സംഘപരിവാർ ശക്തികളുടെ കൂടിക്കാഴ്ചയാണ്. അതൊരു വർഗീയതയെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നടത്തുന്ന ശ്രമം. സതീശൻ ഒരു കാര്യം ദയവായിട്ട് ഓർക്കണം. അവിടെ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആണല്ലോ, അങ്ങൊന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അത്ര രാഷ്ട്രീയ രഹിതമല്ലാതെ, പൊളിറ്റിക്കൽ ഹിന്ദുവിൻ്റേതല്ലാതെ നമ്മുടെ സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായിട്ട് നടത്തിയ ഒന്നാണത്. ഇനിയും നടത്തും. 2028 ഇനിയും വരും. അത് പൂർണ്ണ കുംഭമേളയായിട്ട് തന്നെ വരും. അന്നേരം ഇറ്റ് വിൽ ബി ആൻ എലിഫൻ്റ് ഇൻ ദ റൂം. സതീശൻ അത് കാണാതിരിക്കാൻ പറ്റുകയില്ല, കണ്ടുപോകും. അതുകൊണ്ട് സതീശൻ്റെ മതേതരത്വം, ഈ സാമുദായികവാദം, ഇതൊക്കെ വെറും കാപട്യങ്ങളാണ്. NSS ജനറൽ സെക്രട്ടറി ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്, വോട്ട് ചോദിച്ചിട്ടുമുണ്ട്, എല്ലാം തിണ്ണതരങ്ങളും കഴിഞ്ഞിട്ട് NSSനെ ചീത്ത പറയുക. SNDPയുടെ അവിടെയും പോയിട്ടുണ്ട്, എന്നിട്ട് തിണ്ണതരങ്ങുക, എന്നിട്ട് സഭാ ആസ്ഥാനത്ത് രഹസ്യമായിട്ട് വേറെ കാറി കയറി പോവുക. എന്തിനാ ഈ കാപട്യങ്ങളൊക്കെ? സത്യസന്ധനായിരിക്കുക, അവനവനോട് തന്നെ സത്യസന്ധനായിരിക്കുക എന്ന് പറഞ്ഞ് പത്രക്കാരെ കാണുമ്പോൾ ചിരിച്ചും കൊണ്ട് വർത്തമാനം പറയുന്നതിലല്ല കാര്യം. സ്വന്തം മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട്. പുറത്തു നിൽക്കുന്നവരാണ് പത്രക്കാർ, അകത്തിരിക്കുന്നതാണ് ഈ മനസാക്ഷി. അതിനോട് കൂറു പുലർത്തണം കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചോളം അവർ അംഗീകരിച്ചിട്ടുമില്ല, സ്വീകരിച്ചിട്ടുമില്ല. നിങ്ങളിങ്ങനെ വേറെ ഒരു യുട്ടോപ്പിയയിലാണ്. ദൈവദത്തമല്ലാത്ത ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കരുതെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയോട് ആ ഭരണഘടന ആഹ്വാനം ചെയ്യുന്നത്. അതെവിടെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഗവൺമെൻറ്റിൽ ഇരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും സാധിക്കില്ല അവരുടെ ഈ ഭരണഘടന വെച്ചുകൊണ്ട്. കാരണം എന്താ? ദൈവദത്തമാണോ? അതല്ലെങ്കിൽ നിങ്ങൾ പറയണം. VD സതീശൻ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ രൂപവൽക്കരിക്കാൻ പോകുന്നു, അവിടെ ഇനി പറ്റൂ. ഗവൺമെൻറ് ദൈവദത്തമായിട്ടുള്ള ഭരണമാണോ? അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള ആഹ്വാനങ്ങൾ കേട്ടുള്ള ഭരണമായിരിക്കുമോ? അത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അതനുസരിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ മറ്റൊന്നാണ്, ഇസ്ലാമികമല്ലാത്ത ഒരു കോടതിയിലും പോകരുതെന്ന് അവരുടെ ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട്. ശരീഅത്ത് കോടതി, അതാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ സതീശൻ കേരളത്തിൽ ഭരണം ഏറിയാൽ, താങ്കൾ മുഖ്യമന്ത്രിയായാൽ ശരീഅത്ത് കോടതിയിൽ സ്ഥാപിക്കുമോ? നമ്മുടെ കോടതികളെ പിരിച്ചുവിട്ടിട്ട്. അതുപോലെ തന്നെ സതീശനേക്കാൾ വളരെ വിവരത്തോടു കൂടി സമസ്ത ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സമസ്തയുടെ സമ്മേളനം ഇപ്പോൾ കാസർഗോഡ് കുരണിയ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുകയാണ്. ആ സ്ഥലത്ത് വെച്ച് അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സതീശൻ കേൾക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വിചാരധാര സമൂഹത്തിന് വെല്ലുവിളിയാണ്. അത്രയും പറയാനുള്ള ഒരു ആർജ്ജവം അവർ കാണിച്ചു. കാസർഗോഡ് നടക്കുന്ന സമ്മേളനമാണ്. ഇന്ന് അവസാനിക്കും. നമ്മൾ ഈ പറയുന്ന ദിവസം അത് അവസാനിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ സതീശനൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. മതരാഷ്ട്രവാദവും രാഷ്ട്രീയ ഇസ്ലാം എന്ന അപകടകരമായ ആശയവും ഒളിച്ചു കടത്തി മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിചാരധാര സമൂഹത്തിന് ഗൗരവതരമായ വെല്ലുവിളിയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സമസ്തയുടെ കേരള ജമയ്യത്തുൽ ഉലമ 100ാം വാർഷികമാണ്. ജമാഅത്തെ ഇസ്ലാമി അല്ല ഉലമ എന്ന് പറയുന്നത്, ജമയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുപോലെ അവർ വളരെ വ്യക്തമായിട്ടും സത്യസന്ധതയോടും കൂടി മറ്റൊരു കാര്യം കൂടി പറയുന്നു. നിഷ്പക്ഷമെന്ന വ്യാജേന പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് മാധ്യമം, മറ്റൊന്ന് മീഡിയ വൺ. ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ പല ബുദ്ധിജീവികളെ അതിലൂടെ ചെന്ന് വാചാലമായി സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഈ റാഡിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കപടമുഖമാണ്. ആ അജണ്ടകളും തിരിച്ചറിയണമെന്ന് പറയുന്നത് മുസ്ലിമിൻ്റെ സംഘടനയായ, ശരിയായ ഇസ്ലാമിൻ്റെ സംഘടനയായിട്ടുള്ള സമസ്തയാണ്. ഇത്തരം വിഘടനവാദ ചിന്താഗതിയെ ആശയപരമായി പ്രതിരോധിക്കാനും സമുദായത്തിൻ്റെ തനിമ നിലനിർത്താനും എല്ലാവരും രംഗത്തിറങ്ങണം. ശരിയായിട്ടുള്ള മുസ്ലിമാണ്. താങ്കളൊരു കപട മുസ്ലിം ആയതുകൊണ്ടാണ്, ഹിന്ദുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഇമ്മാതിരി ജമാഅത്തെ ഇസ്ലാമിയുടെ പക്ഷം ചേർന്നുകൊണ്ട് അപകടകരമായ പ്രവണതകളെ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്.
കേരളത്തെ മറ്റൊരു കാശ്മീരാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. ഏറ്റവും അപകടകരമായ ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി അഭിപ്രായം പറയുന്നതിന് മുമ്പ് അതെന്താണ്, അതിൻ്റെ ഭരണഘടന എന്താണ് എന്ന് മനസ്സിലാക്കണം. ആളെ പറ്റിക്കുന്ന പ്രസ്താവനകൾ നടത്തി ആശയചോരണം നടത്തരുത്. അത് ഒരു തരം ഹിഡൻ അജണ്ടയായിരിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. അത്തരം ഹിഡൻ അജണ്ടകൾ കൊണ്ട് കേരളത്തിൽ രക്ഷപ്പെടുകയാണെങ്കിലും അത് ഏറെക്കാലം നീണ്ടു നിൽക്കുകയില്ല എന്നുള്ളതിനൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.